അവൻ ആദ്യ ദിവസം തന്നെ പണിയായല്ല, അതിന് ഹെൽമെറ്റ് ഇട്ടില്ല, പോലീസ് പിടിച്ച്. റിട്ടേൺ പോകാനാണെങ്കിൽ അവർ മീത്തോട്ട് പോകാൻ വിടുന്നുമില്ല. ആ ചെക്കനും കൂട്ടിക്കൊണ്ട് ഒരു എങ്ങോട്ടോ പോകുന്നുണ്ട്, അറിയില്ല, ഞാനും ഒന്നിച്ച് പോകുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പം ഞാനുള്ളത് ഷിലോങ് എത്തുന്നതിന് 35 കിലോമീറ്റർ ബാക്കായിട്ട് ഉള്ളൊരു സ്ഥലത്താണ്. അതായത് ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചത് ഇവിടെയാണ്, പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ. ഇവിടെ CRPF ഉണ്ട്, CRPFൻ്റെ ക്യാമ്പിലാണ് ഇന്നലെ ഞാൻ ഫ്രഷ് ആയത് കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ടെൻറ്റ് ഇന്നലെ ഞാൻ ഇട്ടത് പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ. ഈ കാണുന്നതാണ് പോലീസ് സ്റ്റേഷന്, താഴെ മുകളിൽ പോലീസുകാരുടെ റൂമൊക്കെയാണ്. അപ്പോൾ ഞാനും അവരൊന്നിച്ച് ഇപ്പുറത്ത് വന്ന് ടെൻ്റ് ഇട്ട്. പിന്നെ ഫുഡ് കഴിച്ചത് അവിടെ ബാക്കിലൊരു രാത്രി ഓരോ ക്യാമ്പിൽ കഴിച്ചു. ഇപ്പോൾ രാവിലെ ഇടുന്നൊരു ചെറിയ തട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ കഴിച്ചു. വലിയ ക്യാഷൊന്നും ആയില്ല, ആകെ 30 രൂപ ആയിട്ടുള്ളൂ. നല്ല ഫുഡായിരുന്നു. രാവിലെ തന്നെ ചോറും പിന്നെ ഇവർ ചുന്നി എന്ന് പറയും, നമ്മൾ ഇത് പറയുന്നല്ലോ കടല, ഇപ്പോഴത്തെ കടല, ആ സംഭവം. ബാക്ക് പാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കിടന്നത് ഇന്നലെ ഇവിടെയാണ്. ഇവിടെ ടെൻ്റ് ഇട്ട് കിടന്ന വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. പോലീസുകാരുടെയൊക്കെ ബായ് പറഞ്ഞ് അടുത്ത വണ്ടിക്ക് ഇവിടുന്ന് നേരെ ഷിലോങ്ങിലേക്ക് കയറും. ഈ കാണുന്നതാണ്, ഈ മരത്തിൻ്റെ ഇടയിലൂടെ കാണുന്നുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതാണ് ഉമിയാം ലേക്ക്. എനിവേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങ് പോകാനുള്ള റോഡ് ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലോ റൈറ്റ് സൈഡിലേക്ക്, അതാണ് എനിക്ക് പോകാനുള്ള റോഡ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ 1 കിലോമീറ്റർ അപ്പുറം കാണാൻ കുറച്ച് നല്ല കാഴ്ചകളുണ്ട്. ഹായ്, കാണാൻ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞ്. പിന്നെ ഞാൻ ഇവിടെ ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പോൾ ഞാനും പിന്നെ അതാ ഓർക്കിഡ് ലേക്ക് റിസർവ്ഡ് ഏരിയ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. ഞാനിപ്പോൾ നടന്നിട്ട് നമ്മൾ ഇന്നലെ കണ്ടില്ല ഉമിയാം ലേക്ക്, അതിൻ്റെ തന്നെ ആ ലേക്കിൽ ഇങ്ങേ അറ്റമായിട്ടുള്ള പിന്നൊരു ലേക്ക്, അതിന് പറയുന്നതാണ് ഓർക്കിഡ് ലേക്ക് എന്ന് പറയും. ഇങ്ങോട്ടേക്ക് കയറാൻ എൻട്രി ഫീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. നടക്കാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, നടന്നു. നടക്കുന്ന വഴി ഉണ്ടല്ലോ, നല്ല റോഡായിരുന്നു. ഇതിപ്പോൾ ഞാൻ പിന്നെയും താഴേക്ക് ഇറങ്ങിയതാ. ആ കാണുന്നതാണ് ലേക്ക്, ഓർക്കിഡ് ലേക്ക്. ഇത് മൊത്തം എന്താ ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി വരുന്നത്. ഇനി ഇതിലൂടെ റിട്ടേൺ നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് വണ്ടി കിട്ടി. ഇപ്പോഴത്തെ സ്കൂട്ടിയിലാണ് പോകുന്നുള്ളത്. നിങ്ങൾ വ്യൂസൊക്കെ ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട് എൻ്റെ മോനെ. ഏക്കിതല്ലേ ഭായി ഏച്ചാക്കം കയ്യിലാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ല, പോലീസ് കണ്ടാൽ സീനാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇറങ്ങേണ്ടി വരും, ഒന്നും അറിയില്ല എങ്ങനെ ഉണ്ടാവും. നമ്മളിങ്ങനെ പോവുകയാണ് വണ്ടിയിൽ. ഞാൻ പറഞ്ഞു കേട്ടത് ശരിയാണ്, ഇവിടുത്തെ ആൾക്കാർ ഒരു ട്രാഫിക് ബ്ലോക്ക് വല്ലതും ഉണ്ടായാൽ അതിൻ്റെ മുകളിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ബ്ലോക്ക് ആയാലും അതിൻ്റെ മീത്തേക്ക് 10 വണ്ടി ഓവർടേക്ക് ആയിക്കൊണ്ട് പോകും. എന്നാൽ ഇവരങ്ങനെയല്ല, അതേ ലൈനിൽ തന്നെ വെക്കും. പിന്നെ എനിക്കറിയില്ല ഇവനിങ്ങനെ പോകുന്ന ബൈക്കിൽ. കാറുകൾ നോക്കിയാൽ ഒരെണ്ണം പോലും ഫ്രണ്ടിലേക്ക് എടുക്കുന്നില്ല. എടുക്കാൻ പറ്റും, എന്നിട്ട് ആരും എടുക്കുന്നില്ല. കാരണം ഇവിടുത്തെ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന രീതിയും അതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തി വന്ന സ്കൂട്ടി ഇതാണ്. ഓനെന്താ വെച്ചാൽ ഇങ്ങനെ ഓൻ്റെ ബ്രദറിന് ഇങ്ങനെ എന്തെല്ലോ ഇവിടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിത് വന്നിട്ട് ഫണ്ട് പിരിക്കണം, മാസം റെൻറ്റ് തിരിക്കാനുള്ള ആ ഒരു വരവാണ് ഓൻ്റെ. ആ വരവിൽ ഓനെ കിട്ടി. ഇടയിലിടയിൽ ഇങ്ങനെ നിർത്തലൊക്കെ ഉണ്ട്. ഇനി ഇവിടുത്തെ സീനറിയൊക്കെ കാണാനുണ്ടല്ലോ, ഭയങ്കരമാണ്. ഇത് കാണുന്നത് ചെറുത്. ഞാൻ മയില വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വരുമ്പോൾ ഉണ്ടല്ലോ ആ ഭാഗത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനിലെ ഒരു വീടുകൾ പണിത ആ ഒരു സ്റ്റൈലും അതൊക്കെ ഒരു വേറെ ഡിഫറെൻ്റ് ആണ്. എന്തായാലും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, എത്തിയല്ലേ ഉള്ളൂ. അവൻ ആദ്യ ദിവസം തന്നെ പണിയായല്ല, അതിന് ഹെൽമെറ്റ് ഇട്ടില്ല, പോലീസ് പിടിച്ച്. റിട്ടേൺ പോകാനാണെങ്കിൽ അവർ മീത്തോട്ട് പോകാൻ വിടുന്നുമില്ല. ആ ചെക്കനും കൂട്ടിക്കൊണ്ട് ഒരു എങ്ങോട്ടോ പോകുന്നുണ്ട്, അറിയില്ല, ഞാനും ഒന്നിച്ച് പോകുന്നുണ്ട്. പാവം, നമുക്ക് ബുദ്ധിമുട്ടായി. എനിവേ ഞാൻ നോക്കട്ടെ എന്താന്ന് എങ്ങനെ നല്ലതാ. പോലീസുകാരനാണ് നടന്നുകൊണ്ട് പോകുന്നുള്ളത്. ഷിലോങ്ങിലേക്ക് എത്തുന്നതിന് 5 കിലോമീറ്റർ മുമ്പാണ് ഈ സംഭവം.
ആ പോലീസുകാരന് കുറച്ച് സീനാക്കി. അയാള് അത്ര ഫൈൻ എടുക്കണം, ഇത്ര ഫൈൻ എടുക്കണം, ഹെൽമെറ്റ് ഇടാത്തല്ലേ. ആദ്യം 4000 40,000 എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അവസാനം എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ ട്രാവലറല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. പിന്നെ മറ്റേ എന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ കൂടി കുറച്ച് നേരം നിന്നപ്പോൾ അയാൾ അവനെ വിട്ടു. അവസാനം വിട്ടു. കുറച്ചൊരു അരമണിക്കൂർ നിർത്തിച്ച് ഒന്നിച്ചു അവിടെ ചെക്കിങ്ങിൻ്റെ അവിടെ. ഇനി ഇപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലോട്ടാണ് കയറാനുള്ളത്. വഴിയൊന്നും അറിഞ്ഞിട്ട് കയറുന്നല്ല, ഇങ്ങനെ നടക്കുന്നുണ്ട്. എവിടെ എത്തോ അവിടം വരെ. ഇത് മല പോലെ കയറ്റുണ്ടല്ലോ. എനിവേ നമുക്ക് ഇതൊക്കെ കയറാം. ഞാനിപ്പോൾ ഒരു ടാക്സിയിൽ കയറിയിട്ടുണ്ട്. നടന്ന് കാല് നല്ല പെയിൻ ആവാൻ തുടങ്ങി. പിന്നെ ടാക്സിയിൽ നോർമലി 600-700 ആണ്. ഞാനൊരു എൻ്റെ മൊബൈലിൽ ചാർജ് ഇല്ല, പവർ ബാങ്കിൽ ചാർജ് ഇല്ല, അങ്ങനെ ചാർജൊക്കെ തീർന്നുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഒരു ഇന്ന് രാത്രി ഞാൻ ബെൻസ് ഒരു ഹോസ്റ്റൽ എടുത്തിട്ടുണ്ട്. പെർ ഡേക്ക് 500 പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന പോക്കിലാണ്. ആ റൂട്ടിലേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. ഞാനിപ്പോൾ ഏകദേശം 10-11 കിലോമീറ്റർ ഞാൻ നടന്ന്, ഇനിയും 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കാല് നല്ല പെയിൻ ആയതുകൊണ്ടും ഞാൻ വണ്ടി എടുത്ത്. അപ്പോൾ നോർമലി 700 ആവുന്നുണ്ട്. ഇയാൾ എനിക്കിതിപ്പോൾ 200 ആക്കി തന്നു. കാരണം ഞാൻ പറഞ്ഞു പോകുമ്പോൾ ബാക്കിലെ ആൾക്കാരൊക്കെ കയറ്റാം, അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അയാൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടായിരിക്കാം മിക്കവാറും. എനിവേ आपका नाम क्या है? मकलिद के साथ ഞാൻ അയാൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന വെച്ചിട്ട് ഞാനും ഇടാൻ പോയത്. അപ്പോൾ പറഞ്ഞ് ആവശ്യമില്ല. ഇത് നമ്മൾ റൂമിലേക്ക് എത്തി എൻ്റെ സാധനങ്ങൾ വെച്ച് ഒന്ന് ഷൂ ചേഞ്ച് ആക്കണം. പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും. അത് ഞാൻ എൻ്റെ ആ റൂം എവിടെയെന്ന് വെച്ചാൽ എക്സാക്ട്ലി ഒരു മൗണ്ടൈൻ്റെ ബാക്ക് സൈഡാണ്. ഞാൻ കുറേ തപ്പിയിട്ടാണ് അവിടെ എടുത്തത്. എനിവേ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള വ്ളോഗ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണാം. ഞാനിപ്പോൾ ചേട്ടൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡ് സൈഡിലെ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കാട്ടിക്കുന്നുള്ളത്. ഒന്നാമത് നല്ല ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യം. മറ്റേ നമ്മളെ ഒരു സിറ്റി പോലത്തെ ഏരിയയൊക്കെ എത്തുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. ഫോർകാസ്റ്റ് ഇതെന്താകുമ്പോൾ ഇവിടെയൊക്കെ കോഴി പിന്നെ പന്നി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലിട്ട് അവിടെ നിന്ന് അവിടെ തന്നെ തൂക്കി കൊടുക്കും. ആ രീതിയിലാണ് ഇവിടെയൊക്കെ നടത്തുന്നുള്ളത്. എനിക്കിപ്പോൾ എങ്ങനെയാലും ഉള്ളിലേക്ക് പ്രവേശിക്കണം, ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. എങ്ങനെ പ്രവേശിക്കുന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല. ഇങ്ങനെ പോകുന്നുണ്ട്, തേരാപ്പാരാന്ന് പറയുന്നില്ല, അതേപോലെ ഇഷ്ടംപോലെ ടാക്സിക്കാരും ഉണ്ട് ഈ റൂട്ടിൽ. കാണുന്നുണ്ടാവല്ലോ. ഇവിടുത്തെ നോർമൽ വണ്ടിക്കാരേക്കാൾ അധികം ഇവിടെ ടാക്സിക്കാർ. അത്ര ടാക്സി ഉണ്ട്, കണക്കില്ല. ഒരു 100 വണ്ടിയിൽ ഒരു 20 എണ്ണം പ്രൈവറ്റ് വണ്ടിയും ബാക്കി 80 ടാക്സിയാണ്. ആ ഒരു അവസ്ഥയാണ് ഇവിടുത്തത്. ഞാനങ്ങനെ ഇവിടെ ഒരു ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഹോസ്റ്റല്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ച് വന്നല്ല. മൊബൈലിൽ കാര്യങ്ങളിൽ ചാർജൊക്കെ കഴിഞ്ഞ് പിന്നെ നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയാൽ പിന്നെ ഒരു പെപ്പെ ഫാൾസ് ഇട്ടൊരു സംഭവമുണ്ട്. അവിടെയൊക്കെ പോയി ട്രെക്കിങ് ചെയ്ത് വേണം അവിടെയൊക്കെ പോകാൻ. അവിടെയൊക്കെ പോയിട്ട് അവിടുന്ന് നേരെ ദൗക്കിക്ക് പോകണം. ദൗക്കിയിൽ അന്ന് സ്റ്റേ ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളത്. എനിവേ സെറ്റ് ചെയ്യും. അതാണ് ഞാനുള്ള ഹോട്ടലിൻ്റെ അടുത്തുള്ള വ്യൂ. ആ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള വ്യൂസ് ഇങ്ങനെയാണ്. ഫുള്ള് മൗണ്ടെയിൻ ആയിട്ടാണുള്ളത്. അപ്പുറത്ത് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പണി നടന്നുകൊണ്ടുണ്ട്. അവിടെ എന്ത് സംഭവം അറിയില്ല. എനിവേ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇന്ന് വ്ളോഗ് കറക്റ്റ് എടുക്കാൻ പറ്റില്ല. എനിവേ നാളത്തെ വ്ളോഗ് ഇതിനേക്കാളും ബെറ്ററായിട്ട് ഞാൻ ഇടും എന്നുള്ള ഉറപ്പ് ഞാൻ തന്നുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്താണ്. ഓക്കെ, ബൈ.